നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 മത്സരങ്ങളുടെ T20 പരമ്പരയിലെ 3 മത്സരങ്ങൾ കഴിഞ്ഞല്ലോ. ഇനി നിർണായകമായ 2 മത്സരങ്ങളാണ്. അടുത്ത കളി നവംബർ 6 അതായത് വ്യാഴാഴ്ച നടക്കുന്നു. അതിനുശേഷം നവംബർ 8 അവസാനത്തെ മത്സരം നടക്കും. ഇതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ഒരു കാര്യം കൺഫേം ചെയ്യുന്നു. അവരൊരു സൂപ്പർ താരത്തെ കൂടി സ്ക്വാഡിൽ നിന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഹേസൽവുഡിനെ നേരത്തെ റിലീസ് ചെയ്ത് നമ്മൾ കണ്ടു. ഇപ്പോഴിതാ ട്രാവിസ് ഹെഡിനെ റിലീസ് ചെയ്തു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആഷസ് ടെസ്റ്റിന് മുന്നോടിയായിട്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അദ്ദേഹം പിൻവാങ്ങുകയാണ്. അദ്ദേഹത്തിന് ഓപ്ഷൻ കൊടുത്തതായിരുന്നു, ഒന്നുകിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാം, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള T20 കളിക്കാം. അപ്പോൾ അദ്ദേഹം ഓപ്റ്റ് ചെയ്തത് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാനാണ്. അപ്പം ഷെഫീൽഡ് ഷീൽഡ് അടുത്ത മത്സരത്തിൽ അദ്ദേഹം കളിക്കും എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ക്രിക്കറ്റ് ഓസ്ട്രേലിയ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കൂടാതെ ഷോൺ അബട്ടും ആ ഒരു മത്സരം കളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ടിട്ടുള്ള അവരുടെ സ്ക്വാഡ് അപ്ഡേറ്റ് നോക്കാം. ട്രാവിസ് ഹെഡ് ആൻഡ് ഷോൺ അബട്ട് വിൽ ലീവ് ദി T20 സ്ക്വാഡ് ഫോർ റെസ്പെക്റ്റീവ് ഹോം സ്റ്റേറ്റ് ഫോളോവിങ് ലാസ്റ്റ് നൈറ്റ്സ് തേർഡ് T20 ഇൻ്റർനാഷണൽ ഇൻ ഹോബർട്ട്. അപ്പോൾ ഈ 2 താരങ്ങളെയും അവർ സ്ക്വാഡിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. 2 പേരും അവരവരുടെ മത്സരങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റേറ്റിൻ്റെ മത്സരങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അതേസമയം ബെൻ ഡോർഷിസ് T20 സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് അവസാനത്തെ 2 മത്സരങ്ങൾക്ക് വേണ്ടി. തൻവീർ സംഘ, അദ്ദേഹത്തെയും ഇപ്പോൾ സ്ക്വാഡിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ന്യൂ സൗത്ത് വെയിൽസിനായിട്ട് 1 ഡേ കപ്പ് കളിക്കും. അതേസമയം ഹെഡ് സൗത്ത് ഓസ്ട്രേലിയയുടെ അടുത്ത ഷെഫീൽഡ് ഷീൽഡ് മത്സരമാണ് കളിക്കുക. ടാസ്മാനിയക്കെതിരെയുള്ള മത്സരം അടുത്ത ആഴ്ചയാണ്. അതിൽ അദ്ദേഹം കളിക്കും, അദ്ദേഹം അവൈലബിൾ ആയിരിക്കും. ഷോൺ അബട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ന്യൂ സൗത്ത് വെയിൽസിന് വേണ്ടി കളിക്കും. അടുത്ത മത്സരം വിക്ടോറിയക്കെതിരെ SCGയിലാണ് ആ കളി. ആ മത്സരം കളിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പം ടീമിൽ മാറ്റങ്ങൾ വരുന്നു എന്നർത്ഥം. ഓസ്ട്രേലിയൻ താരങ്ങൾ ഇങ്ങനെ ഡൊമസ്റ്റിക് കളിക്കാൻ വേണ്ടിയിട്ട് ദേശീയ ടീമിൽ നിന്ന് മാറുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അടുത്ത അവരുടെ ആഷസിന് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പിൻവാങ്ങുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഇന്നലെ കുൽദീപ് യാദവിനെ സ്ക്വാഡിൽ നിന്ന് പിൻവലിച്ചിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള, അതായത് നിലവിലെ WTC ചാമ്പ്യന്മാരാണ് സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ആ ചാമ്പ്യന്മാരെ നേരിടണം. അതിന് മുന്നോടിയായിട്ട് സൗത്ത് ആഫ്രിക്ക എയുമായിട്ടുള്ള ചതുർദിന അൺഒഫീഷ്യൽ ടെസ്റ്റ് കളിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ പിൻവലിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.